പത്മനാഭൻ മാർച്ച് 17 മീനം 7. ഇന്ന് 4ാമത്തെ തിങ്കളാഴ്ച വ്രതം കഴിഞ്ഞു. ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തി. ഇൻട്രസ്റ്റിംഗ്. ഇന്ന് അമ്മുവിന്റെ കല്യാണം കഴിഞ്ഞു. ഞങ്ങളുടെ 2 പേരുടെയും കല്യാണം അടുത്ത. I'm sorry, I really didn't mean to, personal. രാമണിനാര് എന്നോട് പറഞ്ഞു ഭദ്ര എഴുതിയ കഥകളാണെന്ന്. I'm really sorry. I mean, ഡയറി വായിക്കാൻ വേണ്ടിയല്ല ഞാൻ. I know this is not right, but നീ ഈ പാല് ഇതുവരെ കൊടുത്തില്ലേ? ചുടുങ്ങനെ കുടിക്കണ്ടേ കുട്ടി? നിന്നെ കാണാനേ ചില നാട്ടുകാര് വന്നിട്ടുണ്ട്. എന്നെ പരിചയണ്ടെന്നാ പറഞ്ഞത്. എന്നാ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. I'm sorry again. Fantastic. ഇലത്തുമ്പ് ഇടത്തോട്ടിടണം. I'm sorry. ഇടത്തോട്ട് ഇലയിട്ട് ഇടക്കണ്ണിൽ നോക്കിയാൽ ഇല്ലാത്ത പെണ്ണിനെ സ്വപ്നം കാണൂന്ന. പൊട്ടം തന്നെ. ചോറ് അങ്ങോട്ട് വിളമ്പ് കൂട്ടി. മാടമ്പിയില ആദ്യമായിട്ട് വരുന്നവർക്ക് ഇലയിട്ട് നിലത്തിരുത്തി ചോറ് ഉളമ്പി കൊടുക്കണ പതിവ് പണ്ടേ ഉള്ളതാ. വിളമ്പുന്ന ഭക്ഷണം ബാക്കി വെക്കാതെ കഴിക്കുകയും വേണം. അതാ അതിന്റെ രീതി. ഒരു ഡയറ്റ്. ഭദ്രകാളിയുടെ കണ്ണ. ഇപ്പൊ ഇവള് ജപിച്ചു കൊടുക്കണ നാട്ടുമരുന്നും ഇവിടെയുള്ളവർക്കൊക്കെ ഫലിക്കണമെന്നാ പറച്ചില്. എല്ലാരും കൂടി ഓരോന്ന് പറഞ്ഞ് ഇവളെ അടുത്ത ദേവി ആക്കാൻ പോവാ. ഒന്നും പറയാണ്ടിരിക്കുക ഭേദം. ഗായത്രി കുഞ്ഞ് ഇവിടുന്ന് പോയതുകൊണ്ട് ദേവിയും ഭഗവതിയും ഒക്കെ ആവാട കഴിഞ്ഞു. ദേവിയോ? രസം, മോര്, പുളിശ്ശേരി. രസം. അപ്പൊ പിന്നെ ഡയറിയിൽ എഴുതിയിരുന്നതോ അമ്മുവിന്റെ കല്യാണത്തിന്റെ കൂടെ എന്റെ കല്യാണം നടക്കുമെന്നൊക്കെ. ദേവിയായ പിന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ? പറ്റില്ല എന്നാണല്ലോ അമ്മ പറഞ്ഞിട്ടുള്ളത്. പായസം? നോ താങ്ക്സ്. ഊണ് കഴിഞ്ഞാ മധുരം കഴിക്കണമെന്നാണ് വെപ്പ്. മധുരം കഴിക്കാതെ മലക്കം മറിഞ്ഞാൽ മധുരയ്ക്കും ഓർമ്മകൾ മാഞ്ഞു പോകും. മധുരം കഴിക്കാതെ മലക്കം മറിഞ്ഞാൽ മധുരയ്ക്കും ഓർമ്മകൾ മാഞ്ഞു പോകും. വെരി ഇൻട്രസ്റ്റിംഗ്. പഠിച്ചു. ആള് വിചാരിച്ച പോലെ അല്ല.